ഇന്ന് സംക്രാന്തിയാണ് കേട്ടോ. അപ്പോൾ സംക്രാന്തിക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ പോർക്കാണ് പ്രാധാന്യം. അപ്പോൾ പോർക്ക് വിനാട്ടം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ അങ്ങനെ ഒരു കഷ്ണമായിട്ടാണ് കൊണ്ടുവരാറ്, ഒരു പീസായിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് അരിയാറ്. അപ്പോൾ അത് കഴുകി വാരിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വെക്കാം. കൊണ്ടുവരണ്ടേ. അപ്പോൾ കൊള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട്, കായും കൊണ്ടുവന്നിട്ടുണ്ട്, നേന്ത്രക്കായ. അപ്പോൾ ഞാൻ ആദ്യം അതും കൂടി നന്നായി കഴുകി വാരിയിട്ട് ഞാനൊരു പോണിയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാനാണ്. അപ്പോഴേക്കും ഞാൻ നേന്ത്രക്കായ അങ്ങനെ അരിഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നേന്ത്രക്കായയുടെ കറ കളയണ അത് നേന്ത്രക്കായ എന്നല്ല, ഏത് കായയുടെ ആയാലും കറ കളയണ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അലമ്പിയിട്ട് കൊണ്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കായയുടെ തൊലി ഞാൻ കളയണില്ല. നമുക്ക് തോരൻ വെക്കുകയല്ല വെച്ചെങ്കിൽ പയറിലിട്ടിട്ട് ഉണക്കപ്പയറിലിട്ടിട്ട് ഉപ്പേരി വെക്കുക, തോരൻ വെക്കുക ചെയ്യാം. ഇനി ഞാൻ കൊള്ളിയും തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി വെക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കടലക്കറിയായിരുന്നു. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ നല്ല പോലെ കൊണ്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധം വന്ന് വെന്ത് വന്നപ്പോൾ കായും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം വെന്തുണ്ട്, നന്നായി ഉണ്ട് വെന്തങ്ങോട്ട് ഉടഞ്ഞ് പോകണ്ട. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനിനി അത് കറി വയ്ക്കാനുള്ളതിലാണ്. അപ്പോൾ ആദ്യം പപ്പടം കാച്ചി, പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് നല്ല പോലെ കൊണ്ട് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഒരു 3 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ നല്ല പോലെ ഉണ്ട് വാട്ടിയിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടിയിട്ട് നല്ല പോലെ വാട്ടിയെടുക്കുക. ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പോർക്ക് വേവിച്ചത്. അപ്പോൾ കൂടണ്ട, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇത് നമ്മുടെ സാധാരണ വീട്ടിൽ പൊടിപ്പിച്ചതാണ്. അപ്പോൾ അധികം എരിവില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പോർക്കിലത്തെ വെള്ളം ഉണ്ടല്ലോ, നെയ്യിൻ്റെ വെള്ളം, അത് മാത്രം എടുത്തിട്ട് ഞാനൊന്ന് ഗ്രേവി ആക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ എല്ലാം കൂടി ഇളക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൻ്റെ കുറവുണ്ടെച്ചിങ്ങനെ വെറുതെ പച്ചവെള്ളം ഒഴിക്കരുത്. വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഉപ്പൊക്കെ പാകത്തിന് ഗ്രേവി ആയപ്പോൾ പോർക്കിൻ്റെ ഇറച്ചി മാത്രം ഊറ്റിയെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ അങ്ങനെ ഇളക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരും. ഡ്രൈ ആവുന്നതോട് കൂടിയിട്ട് പോർക്കിൻ്റെ കളർ തന്നെ ഒരു ഡാർക്ക് കളറായിട്ട് വരും. കുറച്ച് മല്ലിയുടെ ഇലയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് ചതച്ചെടുത്തത്, നന്നായി പൊടിയല്ല ക്രഷ് ചെയ്തിട്ടൊന്ന് എടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർക്ക് ഇതേവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ കൊണ്ട് വറ്റിച്ചെടുത്തിട്ട് വെച്ചെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ട് വെച്ചെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഇങ്ങനെ അടുത്തുനിന്ന് വെച്ചെങ്കിൽ കഴിക്കും. അപ്പോൾ ഞാൻ ചോറിന് ഞാൻ വേറെ കറിയൊന്നും എടുത്തിട്ടില്ല. രാവിലെ കടലക്കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചൂടക്കൊടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ പോർക്ക് ഇറച്ചി മാത്രം കൂടിയിട്ട് പപ്പടം കൂടിയിട്ട് കഴിക്കണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കൊള്ളിയും പോർക്കും കൂടിയിട്ട് രാത്രിയാകുമ്പോഴേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്, പൊറോട്ടയും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് രാത്രിയാകുമ്പോഴേക്ക് വേറെ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ടാറ്റാ.